ഗൈസ്, വെൽക്കം ടു കുട്ടി കുട്ടി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബോബ കോഫിയാണ്, അല്ലെങ്കിൽ ബബിൾ ടീ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കോഴിക്കോട് പോയ ടൈമിൽ നമ്മൾ ഒരു ബോബ കോഫീൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോബ കോഫി കിട്ടുന്നൊരു കട. അപ്പോൾ ഞങ്ങൾ കയറി. ഐ തിങ്ക് ഒരു 100 ചില്ലാൻ വെറൈറ്റി ഓഫ് ബോബ ടീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കയറി, നമ്മളവിടെ ഇരുന്നു, മെനു കാർഡ് നോക്കി. ഒരു 250 മുകളിലേക്ക് മാത്രമേ അവിടെ ബോബ ടീ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആരും കാണാതെ അവിടെ നിന്ന് ഇറങ്ങി. സോ അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു ബോബ ടീ കുടിക്കണം എന്ന്. പക്ഷെ നമുക്ക് ഒരവസരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബോബ ടീ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം, അതുപോലെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ കപ്പപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് കപ്പപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണം. അപ്പം ഞാനൊരു ചെറിയ കപ്പാണ് എടുത്തത്. പണി കിട്ടി ഗൈസ്, ഇത് പുറത്തേക്ക് പോവാണ്. ഒന്നും നോക്കിയില്ല. നമുക്ക് ഈ ബൗൾ മാറ്റണം. ഒരു വലിയ ബൗളിലേക്ക് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കണം. എന്നെ പോലെ ചെറിയ ബൗൾ എടുത്ത് പണി വാങ്ങരുതാരും. നമ്മൾ ഓൾറെഡി സ്റ്റവിൽ വെച്ച ആ ഒരു മിക്സ് ഇതുപോലെ തിക്കാവുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച കപ്പപ്പൊടിയും കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. നമ്മൾ ഇത് ഇടുന്ന ടൈമിൽ നമുക്ക് തോന്നും ഇത് കൂടിപ്പോയോ, ആ പൊടി കൂടിപ്പോയോ തോന്നും. പക്ഷെ ഇത് കുഴച്ച് വരുമ്പോൾ കറക്റ്റ് ആവും. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ബോൾസ് ആക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ട്രോവിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ പാകത്തിനുള്ള ബോൾസ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇത് കുടിക്കുന്ന ടൈമിൽ ബോൾസ് കയറി പോവില്ല. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് എല്ലാം അതിലിടണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന ടൈമിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നിൽക്കാനും ബോൾസ് ഒട്ടി പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. ബോൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് നമുക്കിതൊന്ന് 1 മിനിറ്റ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ നിന്ന് തിരിച്ച് ഇതേപോലെ അരിച്ചിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് വെള്ളം, ബോബയും അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6 to 8 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബോബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ബോബാസ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ചു കൊടുക്കാം. ജസ്റ്റ് ആ ഒരു കളറും ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആ ഗ്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കോഫി ഒഴിച്ചെടുക്കാം. നമ്മൾ നോർമൽ കോഫി, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കോഫി തന്നെയാണ്. കോൾഡ് കോഫീൻ്റെ കൂടെ ഈ ഒരു ബോൾസ് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ആ ഒരു ബോൾസ് ഇങ്ങനെ കയറി പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.